നമസ്കാരം. ഫുട്ബോൾ പീറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാർസലോണ ന്യൂകാസിൽ സെയിൻറ്റ് ജെയിംസ് പാർക്കിൽ ചെന്നിട്ട് 1-1 സമനില പിടിച്ച് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നലത്തെ മാച്ച് ഈസിലി ന്യൂകാസിലിന് കംഫർട്ടബിളി വേറൊരു മാർജിനിൽ ജയിക്കായിരുന്നു. കംപ്ലീറ്റ്ലി നമ്മളെ ഔട്ട് പ്ലേ ചെയ്തെന്ന് പറയും. ബാർസലോണ ഗോട്ട് ഔട്ട് ക്ലാസ് യെസ്റ്റർഡേസ് മാച്ച്. ഇന്നലെ സെയിൻറ്റ് ജെയിംസ് പാർക്കിൽ ശരിക്കും ഒരു റിതം കിട്ടാൻ പോലും ബാർസലോണയ്ക്ക് ഒരു 10 മിനിറ്റ് പോലും ഒരു പ്രോപ്പർ റിതം ബാർസലോണയ്ക്ക് ഇന്നലത്തെ മാച്ച് കിട്ടിയില്ലെന്ന് തന്നെ പറയേണ്ടി വരും. സോ ഇന്നലത്തെ മത്സരത്തിലോട് വരുമ്പോഴേക്കും ന്യൂകാസിൽ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. അതേ സ്റ്റാർട്ടഡ് വിത്ത് ഒസൂല, ഗോർഡനെ ബെഞ്ച് ചെയ്തു, ബാൺസും എലാങ്കയും സ്റ്റാർട്ട് ചെയ്തു. മിഡ്ഫീൽഡ് ജേക്കബ് റാംസി വന്നു അലോങ് വിത്ത് ടൊണാലി ആൻഡ് ജോലിൻഡൻ. ബാക്ക് ഫോർ ഓഫ് ലൂയിസോൾ ഓൺ ദ ലെഫ്റ്റ്, ട്രിപ്പിയർ ഓൺ ദ റൈറ്റ്, ബേണും അതുപോലെ മാലിക് തിയാവാണ് സ്റ്റാർട്ട് ചെയ്തത്. റാംസ്റ്റൈൽ ഇൻ ഗോൾ. ബാർസലോണയ്ക്ക് ലാസ്റ്റ് മൊമെൻറ്റ് ചെറിയൊരു അടി കിട്ടിയിരുന്നു. എറിക് ഗാർഷ്യനെ പിച്ചിൽ നിന്ന് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ നിന്ന് മാറ്റേണ്ട ഒരു ചെറിയൊരു നോക്ക് കാരണം. അറോഹോ റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ജെറാർഡ് മാർട്ടിൻ, കുബാർസി, ക്യാൻസലോ ആൻഡ് മിഡ്ഫീൽഡ് 3 ഓഫ് പെഡ്രി, ബെർണാൽ ആൻഡ് ഫെർമിൻ ലോപ്പസ്. ഫ്രണ്ടിൽ ലെവൻഡോസ്കിയാണ് സ്റ്റാർട്ട് ചെയ്തത് അലോങ് വിത്ത് ലമീൻ യമാൽ ആൻഡ് റഫീന. സോ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്നോട് ചോദിക്കുവാണെങ്കിൽ അത് നമ്മുടെ സെൻറ്റർ ബാക്ക് ഡ്യൂ ആണ്. ജെറാർഡ് മാർട്ടിനെയും കുബാർസിനെ പുള്ളി ഗീർസിലെ അറോഹോനെ പിടിച്ച് CB ഇട്ടിട്ട് ജെറാർഡ് മാർട്ടിനെ ലെഫ്റ്റ് ബാക്ക് ആക്കുന്നത്. പക്ഷേ പുള്ളി ആദ്യത്തിൽ തന്നെ സ്റ്റിക്ക് ചെയ്തു. ആൻഡ് ഇതുവരെ ജെറാർഡ് മാർട്ടിനും കുബാർസി ഒരുമിച്ചിറങ്ങിയ ഡ്യൂ ആയിട്ട് ഇറങ്ങിയ മാച്ചുകളെല്ലാം നമ്മൾ ജയിച്ചിരുന്നു. പക്ഷേ ഇന്നലെ ഡ്രോ ആയ, പക്ഷേ ഒരു മാച്ച് പോലും തോറ്റിട്ടില്ല. അത് മേ ബി പോസിറ്റീവായിട്ട് പറയാൻ ഇന്നലത്തെ മാച്ചിലെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടതും അതാണ്. നമ്മൾ ഇതിനു മുമ്പ് ഹാൻസി ഫ്ലിക്കിൻ്റെ അണ്ടർ ഇതുപോലെ സഫർ ചെയ്ത് ഡിഫെൻഡ് ചെയ്തിട്ടില്ല. അഥവാ നമ്മൾ ബാക്ക് ഫുട്ടിലാകുമ്പോഴെല്ലാം നമ്മൾ 2, 3, 4 ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി മിനിമം ഒരു 3 ഗോളിനടുത്ത് കൺസീഡ് ചെയ്യാറ്. പക്ഷേ ഇന്നലത്തെ മാച്ചിൽ ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മൾ ഹോൾഡ് ചെയ്തു. ഓക്കെ, അവർ കുറേ മിസ്സുകളുണ്ടായിരുന്നു. പക്ഷേ ഡിഫെൻസീവ്ലി ഫൈനൽ തേർഡിൽ എത്തിയതിനു ശേഷം കുബാർസിയുടെയും ജെറാർഡ് മാർട്ടിൻ്റെയും പൊസിഷനിങ് വേർ ടോപ്പ് നോച്ച്. എസ്പെഷ്യലി മാച്ചിനിടയ്ക്ക് നമുക്ക് ജെറാർഡ് മാർട്ടിൻ്റെ ധാരാളം ക്ലിയറൻസുകൾ കാണാമായിരുന്നു, ബ്ലോക്സുകൾ കാണാമായിരുന്നു. ബട്ട് കുബാർസി ഇതിന് ശേഷം നിങ്ങൾ കൂടുതൽ അനാലിസിസുകളൊക്കെ കുബാർസിനെ കുറിച്ചൊക്കെ എക്സിലൊക്കെ അവൈലബിൾ ആണ്, ഇന്നലത്തെ മാച്ചിലെ പുള്ളിയുടെ പൊസിഷനിങ്ങിനെ കുറിച്ചൊക്കെ. സോ ഇഫ് യു ലുക്ക് അറ്റ് ദാറ്റ് ക്ലിയർലി ദിസ് ഗോയ് ഹാസ് എ ഹൈ IQ എന്നുള്ളത് ഓരോ മാച്ച് കഴിയുമ്പോഴും വിസിബിളായി വരുവാണ്. ഇന്നലത്തെ കുബാർസിയുടെ പൊസിഷനിങ് ഒക്കെ അണ്ടർ റേറ്റഡ് ആയിരുന്നു. മൊമെൻറ്റ്സിൽ ഒസൂലനെയൊക്കെ ഇൻ ബിഹൈൻഡ് പുള്ളി പോയതാണ്, വൈഡിലോട്ട് ട്രാക്ക് ചെയ്ത് അവിടുന്ന് ഷോട്ട് അടിപ്പിക്കുക, 2-3 ക്രൂഷ്യൽ ബ്ലോക്സുകൾ വരിക, അങ്ങനത്തെ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ കുബാർസി അതുപോലെ ജെറാർഡ് മാർട്ടിൻ as well ക്രോസുകൾ ബോക്സിലോട്ട് വരുമ്പോഴൊക്കെയുള്ള ആൾ ഇന്നലെ 100% ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്തു അഗൈൻസ്റ്റ് എ ഫിസിക്കൽ സൈഡിലേക്ക് ഒസൂല പോലത്തെ ഒരു പ്ലെയർ ബോക്സിലുണ്ടായിരുന്നു. സോ എസ്റ്റർഡേ നമ്മുടെ പോസിറ്റീവായിട്ട് എന്തെങ്കിലും എടുക്കാനായിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുമാണ്. ബാർസലോണ വാട്ട് എവർ മേ ബി ആർക്കൊക്കെ എവിടെയൊക്കെ ഇഞ്ചുറി ആണെന്ന് പറഞ്ഞാലും ഇവിടെ ഒരു ബ്രേക്ക് വരുത്തില്ല. ജെറാർഡ് മാർട്ടിനെ പിടിച്ച് ഇനിയും ഫുൾ ബാക്ക് ഇടരുത്. ജെറാർഡ് മാർട്ടിൻ ആൻഡ് കുബാർസി ഷുഡ് ബി അവർ സെൻറ്റർ ബാക്ക് ഡ്യൂ. ആൻഡ് ഇവർ രണ്ടുപേർക്കും ഡിഫെൻസീവ്ലി സഫർ ചെയ്യാൻ അറിയാമെന്നുള്ളത് ഇന്നലത്തെ മാച്ചിൽ വീണ്ടും പ്രൂവ് ചെയ്തൊരു ഫിക്സ്ചർ തന്നെയായിരുന്നു. സോ അതാണ് ഇന്നലത്തെ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ്. സോ അവിടെ നമ്മൾ നേരെ മാച്ചിലോട്ട് വരാനായിട്ടാണെങ്കിൽ ആദ്യത്തെ മിനിറ്റ് തൊട്ടേ നമ്മൾ സാധാരണ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ബാക്ക് ഫുട്ടിലായിരിക്കും എന്നറിയാം സെയിൻറ്റ് ജെയിംസ് പാർക്ക് ചെന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ മറ്റുമൊക്കെ. പക്ഷേ ആദ്യത്തെ മിനിറ്റ് തൊട്ട് ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്തണം വരെ ഈവൻ സെക്കൻഡ് ഹാഫ് ഫുള്ളാണെങ്കിലും ഓൾമോസ്റ്റ് നമ്മൾ ബാക്ക് ഫുട്ടിലായിരുന്നു. ഇന്നലത്തെ മാച്ചിൽ പെഡ്രി പല മൊമെൻറ്റ്സും ടീംമേറ്റ്സിൻ്റെ ആയിരിക്കും ഷൗട്ട് ചെയ്യുന്നതാണ്. നമ്മൾ പൊതുവെ പെഡ്രി അങ്ങനെ പിച്ചിൽ കലിപ്പായി കണ്ടിട്ടില്ല. ആൻഡ് റൈറ്റ്ഫുള്ളിയാണ് പുള്ളി കലിപ്പായതും. കാരണം പുള്ളിയുടെ കാലോട്ട് ഇന്നലെ പെഡ്രി ഗോൺസാലസ് മാത്രമാണ് പലപ്പോഴും എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ആളെ സെക്കൻഡ് ഹാഫിൽ 70 മിനിറ്റിന് അടുത്തായപ്പോഴേക്കും മാറ്റുകയും ചെയ്തു. കാരണം ആളൊരു ഇഞ്ചറി കഴിഞ്ഞ് വരുന്ന പ്ലെയറാണ്. സോ പുള്ളിനെ വെച്ച് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. സോ പെഡ്രി ഗോൺസാലസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ആൾ ഫസ്റ്റ് ഹാഫിൽ ബോൾ റിസീവ് ചെയ്തിട്ട് അവർ ടൈറ്റ് മാൻ മാർക്കിംഗ് ആയിരുന്നു. ജോലുണ്ടൻ പക്കാ മാൻ മാർക്കിംഗ് ആയിരുന്നു, വിടാതെ പ്രസ് ചെയ്യുമായിരുന്നു എല്ലാവരും. അതുപോലെ തന്നെയാണ് ടൊണാലി ആണെങ്കിലും ജേക്കബ് റാംസി വാസ് ഓൾസോ റിയലി ഗുഡ് എസ്റ്റർഡേ പ്രസ്സിങ്ങിൻ്റെ കാര്യത്തിന് പറ്റുമൊക്കെ. സോ ഇവർ 3 പേരും വിടാതെ മാൻ മാർക്ക് ചെയ്യുമായിരുന്നു നമ്മുടെ മിഡ്ഫീൽഡേഴ്സിനെ പറ്റുമൊക്കെ, എല്ലാവരും ഫ്രണ്ട് പ്ലേയേഴ്സും എല്ലാം. സോ ആ ഒരു സിറ്റുവേഷനിൽ പെഡ്രിയുടെ കാലിലോട്ട് ബോൾ ഇരുന്നു. ഹി വാസ് ഡിമാൻഡിങ് സം സപ്പോർട്ട്. ബട്ട് ഫസ്റ്റ് ഹാഫ് എസ്പെഷ്യലി ബെർണാലിൻ്റെ കയ്യിൽ നിന്നോ ഫെർമിൻ ലോപ്പസിൻ്റെ കയ്യിൽ നിന്നോ ഇപ്പോൾ യമാലിൻ്റെ കയ്യിൽ നിന്നോ റഫീനയുടെ കയ്യിൽ നിന്നോ ഫുൾ ബാക്സിൻ്റെ കയ്യിൽ നിന്നോ ഒരു സപ്പോർട്ടും കിട്ടിയില്ല. പെഡ്രി ഗോൺസാലസ് പല മൊമെൻറ്റിലും ഹി വാസ് ബീറ്റിംഗ് പ്രസ്, പുള്ളീനെ ഫൗൾ ചെയ്തു. 4 നമ്മൾ പുള്ളീനെ ഫൗൾ ചെയ്തു. സോ അങ്ങനെ മൊമെൻറ്റ്സിൽ പുള്ളീനെ ഫൗൾ ചെയ്ത് അവരുടെ ഫ്രീ കിക്ക് വിൻ ചെയ്യുന്നു. 2-3 സിറ്റുവേഷനിൽ പുള്ളി സപ്പോർട്ടിന് ഡിമാൻഡ് ചെയ്യുന്നു. പക്ഷേ പുള്ളി പ്രസ് ചെയ്തിട്ട് പാസ് ചെയ്യുന്നു, നമ്മുടെ ടീംമേറ്റ്സ് ബോൾ കൊണ്ടുപോയി കളയുന്നു. സോ ഇന്നലെ ധാരാളം മിസ് പാസുകൾ നമ്മുടെ പ്ലേയേഴ്സിനിടയിൽ തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ പാസുകൾ നമ്മൾ റിസീവ് ചെയ്തിട്ട് ലെറ്റ്സ് പ്രോഗ്രസ് ചെയ്യാനായിട്ട് നോക്കുക, കംഫർട്ടബിളി അവൾ ബോൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സിമിലർലി അവർ ബിൽഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ മിഡ്ഫീൽഡേഴ്സ് വെർ റിയലി സ്ട്രഗ്ലിംഗ് ടു വിൻ ദ ബോൾ. പലപ്പോഴും ഇന്നലെ നമ്മുടെ ഡിഫൻസ് എസ്പെഷ്യലി ഞാൻ ഇപ്പോഴും പറയുന്നത് കുബാർസി, ജെറാർഡ് മാർട്ടിൻ ഹാഡ് എ റിയലി ഗുഡ് ഗെയിം എസ്റ്റർഡേ. ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ
പലപ്പോഴും പല മൊമെൻറ്റ്സ് നമ്മുടെ മിഡ്ഫീൽഡിൻ്റെ പ്രസ് ഈസിലി ബൈപ്പാസ് ചെയ്ത് അവർ പോകുന്നു. ബെർണാൽ ഫസ്റ്റ് ഹാഫ് റിയലി സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. അതുപോലെ സ്ട്രഗിൾ ചെയ്തെന്ന് തോന്നിയൊരു പ്ലെയറാണ് റഫീന. ഇന്നലത്തെ മാച്ചിൽ നമ്മൾ നോക്കുമ്പോഴേക്കും സെക്കൻഡ് ഹാഫിൽ എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ ഗെയിമിലോട്ട് വന്നു. പക്ഷേ എന്നാലും റഫീന ഇന്നലെ 100% ട്രിപ്പിൾസ് കംപ്ലീറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് 70% മേലിൽ ഡ്യുവൽസ് വിൻ ചെയ്തു, 70% ഡ്യുവൽസ് വിൻ ചെയ്തു. അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ദ ഗെയിം, റഫീന പലപ്പോഴും ഡ്യുവൽസ് വിൻ ചെയ്യുന്നു, ബോൾ പ്രസ് ചെയ്ത് വിൻ ചെയ്തതിന് ശേഷം ആളൊരു മിസ് പാസ് ചെയ്യുന്നു, അല്ലെ ആൾ കൊണ്ട് ബോൾ കളയുന്നു. സോ റഫീന അറ്റ് ഈസ് ബെസ്റ്റ് അല്ലായിരുന്നു. എനിക്ക് പലപ്പോഴും റഫീന എന്തുകൊണ്ട് വൈഡ് ചാനലിലോട്ട് കൂടുതൽ പോകാൻ നോക്കി. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ സാധാരണ റഫീന അറ്റ് ഈസ് ബെസ്റ്റ് വെൻ ഈ പ്ലേസ് ക്ലോസർ ടു ദ സ്ട്രൈക്കർ. അത് ഇന്നലെ കണ്ടില്ല. ഇന്നലെ എന്തുകൊണ്ട് സാധാരണ നമ്മൾ ഫെറാൻ ടോറസോ ലെവൻഡോസ്കിയാണ് കളിക്കുന്നത്, അവരുടെ ക്ലോസറായിട്ട് നിന്നിട്ട് മേ ബി അവർ ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസിലൂടെ ആ സെൻറ്റർ ബാക്കിനെ, ഇപ്പോൾ മാലിക് തിയാവാണ് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിൽക്കുന്ന ആളെ ബീറ്റ് ചെയ്ത് അവിടെ ഒരു കെയോട്ടിസം ക്രിയേറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് റഫീന. ബട്ട് ഇന്നലെ റഫീനയുടെ ഭാഗത്തു നിന്ന് അത് കണ്ടില്ല. കൂടുതൽ ആൾ വൈഡിലോട്ട് പോകുന്നതുകൊണ്ട് ഡിഫൻസീവ്ലി ട്രാക്ക് ബാക്ക് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ റഫീനയുടെ മൂവ്മെൻറ്റ്സ് റിയലി നോട്ട് അറ്റ് ഈസ് ബെസ്റ്റ്. ആൻഡ് ഇന്നലത്തെ മാച്ചിലെ സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ലൂയിസ് ഹോൾ. മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസ്, വാട്ട് എ പ്ലെയർ. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞാണ് ബാർസലോണയുടെ ഒരു കാര്യത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ ലെഫ്റ്റ് ബാക്കായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു നെയിമിനെ കുറിച്ചാണ്. ഇറ്റ്സ് ലൂയിസ് ഹാൾമാൻ. യെസ്, എവരിവെയർ. ഇന്നലെ പലപ്പോഴും യമാലിനെ ശരിക്ക് പൂട്ടി ആ ബാറ്റിൽ ലൂയിസ് ഹോളാണ് വിൻ ചെയ്തത്. അതിന് പുള്ളിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ബട്ട് ലൂയിസ് ഹോൾ വാസ് റിയലി ഗുഡ് എസ്റ്റർഡേ. ലൂയിസ് ഹോളിൻ്റെ ഡെലിവറീസ് ഒക്കെ ടോപ്പ് ക്ലാസ് ആയിരുന്നു ഇന്നലെ. അതുപോലെ തന്നെയാണ് അറോഹോ ആണ് ഇന്നലെ റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. സോ ഞാൻ അറോഹോയിലെ കുറേ പേര് പറയുന്നുണ്ട് ജൂൾസ് കുണ്ടെ പോലെ സപ്പോർട്ട് കൊടുത്തില്ല. അത് അറോഹോൻ്റെ സ്ട്രെങ്ത് അല്ല, അത് അറോഹോ ചെയ്യത്തില്ല. ഇപ്പം എന്തുമാത്രം ജൂൾസ് കുണ്ടെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ഇന്നത്തെ മാച്ചിന് മനസ്സിലാവും. ജൂൾസ് കുണ്ടയുടെ ആ റൺസ് യമാലിന് ഒടുക്കി കൊടുക്കുന്ന സ്പേസ് വേറെ അറോഹോൻ്റെ ഭാഗത്തുനിന്ന് വന്നില്ല. സോ ഈസിലി 2-3 പ്ലേയേഴ്സ് വെച്ച് കംഫർട്ടബിളി യമാലിനെ ബ്ലോക്ക് ചെയ്യാൻ ആർക്ക് പറ്റുക. കാരണം ഫുൾ ബാക്കിൻ്റെ റണ്ണില്ല. സോ ഫുൾ ബാക്കിൻ്റെ റണ്ണ് വരുമ്പോൾ ഒരു പ്ലെയറിനെ അങ്ങോട്ട് ട്രാക്ക് ചെയ്യും. മേ ബി 1 vs 1 സിറ്റുവേഷൻസ് ഒക്കെ കുണ്ടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും യമാൽ. പക്ഷേ അത് വന്നില്ല, അത് പുള്ളിയുടെ കുഴപ്പമില്ല. ബട്ട് ക്യാൻസർ ഓൾസോ ഡിസപ്പോയിന്റ്. ഞാൻ ക്യാൻസറുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ അറ്റാക്കിംഗ് ഇൻറ്റൻറ്റ് കാണിച്ചു. കാരണം ഇന്നലെ അവന്മാർ നമ്മുടെ മിഡ്ഫീൽഡിനെ അഗ്രസീവ്ലി പ്രസ് ചെയ്ത് മാൻ ടു മാൻ വന്ന് സെൻട്രലിലൂടെയുള്ള പ്രോഗ്രഷൻ കംപ്ലീറ്റ്ലി തരാം. ആൻഡ് വാട്ട് വി ആർ ലുക്കിംഗ് ഫോർ വൈഡ് ഏരിയസ്. സോ റഫീനെ പലപ്പോഴും വൈഡ് നിന്ന് അതുകൊണ്ടാണ് വൈഡിൽ നിന്നുള്ള അറ്റാക്സ് വരാനുണ്ടാണ്. സെൻട്രലി നമ്മളെ കോമ്പാക്റ്റ് ആക്കി വൈഡ് ഏരിയയിലൂടെയുള്ള അറ്റാക്ക് വരണമെങ്കിൽ ഫുൾ ബാക്സിൻ്റെ മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇന്നലത്തെ മാച്ച് ഒരു കുന്തവും വന്നില്ല. ആൻഡ് ഡെഫിനറ്റ്ലി ഈസിലി അവർക്ക് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇന്നലെ ക്യാൻസറോ ട്രൈ ചെയ്തിരുന്നില്ല. ക്യാൻസറിൽ ഇന്നലെ എഫേർട്ട് ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ ആ എഫേർട്ട് പലപ്പോഴും വേസ്റ്റ്ഫുൾ ആകുമായിരുന്നു. പലപ്പോഴും പല മൊമെൻറ്റ്സിലും ക്യാൻസലോ ഗോട്ട് കുക്ക്ഡ്. എലാങ്ക എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് കോൺസ്റ്റൻ്റ്ലി കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു മാച്ചിൽ ഫസ്റ്റ് തന്നെ ജോൺ ഗാർഷ്യയുടെ ഒരു സേവിലോട് തന്നെയാണ് തുടങ്ങുന്നത്. ഇപ്പം ആദ്യത്തെ മൊമെൻറ്റ് ജോൺ ഗാർഷ്യ 2 തവണ സ്പില്ല് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം ഹെഡ് ചെയ്യുന്നത്, സ്പില്ല് ചെയ്യുന്നത്. ഡാൻ ബേൺ അടിക്കായിരുന്നു, പക്ഷേ ഡാൻ ബേൺ അത് മിസ് ചെയ്ത് കുബാർസി അത് ക്ലിയർ ചെയ്ത് വരുന്നൊരു സിനാരിയോ ഉണ്ട്. കൂടാതെ മാച്ചിൽ ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ് ഫസ്റ്റ് ഹാഫ് തന്നെ വരുന്ന എലാങ്ക ത്രൂ ആണ്. എലാങ്കനെ അവിടെ എനിക്ക് തോന്നുന്നു ജേക്കബ് റാംസി ആണെന്ന് തോന്നുന്നു റിലീസ് ചെയ്യുന്ന ഒരു സിനാരിയോയിൽ ആദ്യം ഓൺ സൈഡ് ആയിരുന്നത്. ആളെടുക്കുന്ന ഒരു ഷോട്ട് ജോൺ ഗാർഷ്യ സേവ് ചെയ്യുന്നുണ്ട്. ഒരു ക്രൂഷ്യൽ സേവ് ആയിരുന്നു. അവിടെ 1.5 സേവ് വന്ന് ബാർസലോണ അവിടെ 0-0 തന്നെ നിർത്തി. പിന്നീട് ഫസ്റ്റ് ഹാഫിൽ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ബിഗ് ചാൻസുകളായിട്ട് അവർ കൺവേർട്ട് ചെയ്യുന്നില്ലായിരുന്നു. അതിൻ്റെ ഇതിനിടയ്ക്കൊരു നല്ല മൊമെൻറ്റ് ഉണ്ടായിരുന്നു. എലാങ്കയുടെ ഒരു ക്രോസ് ഒരു മൊമെൻറ്റിൽ ആ ഒസൂല തൊട്ടില്ല എന്ന രീതിയിൽ പോകുന്നുണ്ട്. മേ ബി അവിടെ കണക്ട് ചെയ്യുമായിരുന്നു. അവിടെ 1-0 ആണ്. പിന്നെ കൂടാതെ അവർ കോൺസ്റ്റൻ്റ്ലി നമ്മുടെ കയ്യിൽ നിന്ന് ബോൾ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ബോൾ വിൻ ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ഫൈനൽ തേർഡിൽ എത്തിയതിനു ശേഷം അവരുടെ ക്വാളിറ്റി കുറച്ച് മോശമായിരുന്നു ഉള്ളത് പറയാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് അതൊരു ബിഗ് ചാൻസുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഈ മാച്ചിൻ്റെ സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാർസയ്ക്ക് കൂടുതൽ XG നിൽക്കുന്ന പോലും കാണാം, കൂടുതൽ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത പോലെയാണ്. ബട്ട് കളി കണ്ടവർക്കറിയാം എങ്ങനെ ഈ സ്റ്റാറ്റ് വന്നു എന്ന് നമ്മൾ ഓർക്കും. പക്ഷേ കളി കംപ്ലീറ്റ്ലി ഉൾട്ടയാണ്, നമുക്ക് കളി കണ്ടവർക്കറിയാം. സോ സ്റ്റാറ്റ്സ് ജസ്റ്റിസ് നടത്താത്തൊരു മാച്ചാണ്. പക്ഷേ ഫൈനൽ തേർഡിലോട്ട് എത്തിയതിനു ശേഷം അവരൊരു ബിഗ് ചാൻസുകളാക്കി മിക്കത് മാറ്റിയില്ല. അത് അവരുടെ ക്വാളിറ്റിയുടെ കുഴപ്പം തന്നെയാണ് തോന്നുന്നത്. സോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് 0-0 എങ്ങനെ പിടിച്ചു നോക്കുക. സെക്കൻഡ് ഹാഫ് കളി മാറും എന്നുള്ളൊരു പ്രതീക്ഷ. ഇതിനിടയ്ക്ക് ലെവൻഡോസ്കിനെ എന്തുകൊണ്ട് ഫസ്റ്റ് ഹാഫ് തന്നെ മാറ്റിയില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്കുണ്ട്. ഓക്കെ, ലെവനെ വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ബട്ട് ലെവൻഡോസ്കി വാസ് ഡൂയിങ് നത്തിങ്. ബാർസലോണ വേർ കംപ്ലീറ്റ്ലി ഗെറ്റിംഗ് ഔട്ട് പ്ലേഡ്. ആൻഡ് ഇതിനിടയ്ക്ക് അവർ സെൻട്രലിലൂടെയുള്ള പ്രോഗ്രഷനെ ഏറ്റവും ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് അവർ സെൻട്രൽ ബാക്സ് കംഫർട്ടബിളി ബോളുമായിട്ട് ബിൽഡ് ചെയ്ത്. അവർ ആ 2 സെൻട്രൽ ബാക്സിൻ്റെ മേലെ ഒരു പ്രഷറും ഇല്ല. സോ ഫെർമിൻ ലോപ്പസ് പലപ്പോഴും കൂടുതൽ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഫെർമിൻ ലോപ്പസ് ട്രൈ ചെയ്തു, കുറേ ഡ്യുവൽസ് ആൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു, പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഫെർമിൻ്റെ നിന്ന് കുറച്ചുകൂടെ എഫേർട്ട് കിട്ടണമായിരുന്നു, പെട്രീനൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അത് വന്നില്ല. പക്ഷേ എന്നാലും പലപ്പോഴും ലെവൻഡോസ്കി മാർക്ക് ചെയ്യേണ്ട സെൻട്രൽ ബാക്സ് ഉണ്ടല്ലോ, പുള്ളിയുടെ കുഴപ്പമില്ല, ലെവൻഡോസ്കിയുടെ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അവർ കംഫർട്ടബിൾ ബിൽഡ് ചെയ്യുമ്പോൾ ഫെർമിൻ അഗ്രസീവ്ലി പുഷ് ചെയ്യേണ്ട ഒരു സിനാരിയോ വരുവാണ്. സോ അവിടെ മിഡ്ഫീൽഡിൽ നമ്മളൊരു മാർക്കറിനെ മിസ് ചെയ്യണം, ഒരു നമ്പർ മിസ് ചെയ്യണം. സോ അതിനകത്ത് തന്നെ പലപ്പോഴും അവർ കംഫർട്ടബിളി ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു ബാക്കിൽ നിന്ന്. ലെവയുടെ പ്രസ്സില്ല അതിനകത്ത് തന്നെ. ആൻഡ് സെക്കൻഡ് ആൻഡ് ലെവൻഡോസ്കി ഗെയിമിൽ ബാക്ക് ഫുട്ടിലാണ്. സോ നമ്മൾ ഗെയിം ബാക്ക് ഫുട്ടിൽ നിൽക്കുമ്പോൾ ലെവൻഡോസ്കി ഇൻ ദ പിച്ച് വിൽ ബിക്കം എ ബർഡൻ. അത് തന്നെയാണ് നമ്മൾ കണ്ടത്. ലെവൻഡോസ്കി ഏറ്റവും ലോവസ്റ്റ് റേറ്റഡ് പ്ലെയർ ആണ് ആ പിച്ചിൽ ഇന്നത്തെ മാച്ചിൽ. കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തില്ല. ആൻഡ് സെക്കൻഡ് ഹാഫിൽ കിട്ടിയ ഒരു ചാൻസ് മിസ് ചെയ്യുകയും ചെയ്തു. അതിലൂടെ ഞാൻ വരാം.
സോ അങ്ങനെയല്ല എന്തുകൊണ്ട് ഫെറാൻ ടോറസിനെ അപ്പം ഇറക്കില്ല? ഫെറാൻ വരുന്നത് അവരൊരു ഗോൾ അടിച്ചതിന് ശേഷമാണ്, എന്തുകൊണ്ട് ഇറക്കിയില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. ആൻഡ് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. സെക്കൻഡ് ഹാഫ് നമ്മൾ കോൺസ്റ്റൻ്റ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് റാഷ്ഫോർഡ് പോലത്തെ പ്ലേസ് ബെഞ്ചിലുണ്ട്. മേ ബി എന്തുകൊണ്ട് റാഷ്ഫോർഡിനെ മേ ബി ഇറക്കായിരുന്നു, ഫെറാൻ ടോറസിനെ മേ ബി ഇറക്കായിരുന്നു, റൂണി ബർദാജി ഇന്നലെ കളിച്ചോളില്ല. സോ നമ്മുടെ പ്ലേസ് സ്ട്രഗിൾ ചെയ്യുവാണ്, എന്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നില്ലായിരുന്നു എന്ന് ചോദിക്കാം, മേ ബി അപ്പ് ഫ്രണ്ട് എസ്പെഷ്യലി. അതിങ്ങനെ നമ്മൾ കളി സെക്കൻഡ് ഹാഫ് മുന്നോട്ട് പോകുന്നു. സെക്കൻഡ് ഹാഫിൽ നമ്മളെ കൂടുതൽ അവർ ഔട്ട് പ്ലേ ചെയ്യുന്ന പോലെ തോന്നി. ഞാൻ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴേക്കും ഒരു 1.5 മൊമെൻ്റ് ഉണ്ടായിരുന്നു. ലൂയിസ് ഹാളിൻ്റെ ഒരു കിട്ടില്ല ക്രോസ്, എണ്ണം പറഞ്ഞ ക്രോസ്, മെർഫിയൊക്കെ പിച്ചിലിറങ്ങിയിരുന്നു ഗോർഡനെ വെക്കാൻ. അത് മെർഫി അടിച്ച് 6 ഓടുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. കൂടാതെ മറ്റൊരു കിട്ടില്ലൻ ട്രാൻസിഷൻ മൂവ്മെൻ്റ് ഉണ്ട്. നമ്മുടെ പ്ലേയേഴ്സ് ബെർണാഡ് സ്ലിപ്പാവുന്നു, ക്യാൻസലോ ഔട്ട് ഓഫ് പൊസിഷനിലായിരുന്നു. ആ ഒരു ത്രൂ ബോൾ റിലീസ് ചെയ്ത് എലാങ്കയിലോട്ട് ചെല്ലുകയാണ്. എലാങ്ക അവിടെ ഫസ്റ്റ് ടൈം ആ ബോൾ ഇപ്പം നിങ്ങൾ നോക്കുന്ന ഒരു സിനാരിയോയിൽ റിലീസ് ചെയ്യുമായിരുന്നെങ്കിൽ അവിടെ ബാൺസ് വന്നത് കംഫർട്ടബിളി മേ ബി ഫിനിഷ് ചെയ്ത് തന്നെ. പക്ഷേ ആളൊരു എക്സ്ട്രാ ടച്ച് എടുക്കുന്നു, ക്രോസ് ഇടുന്നു, അത് ജോൺ ഗാർഷ്യയ്ക്ക് കംഫർട്ടബിളി കയ്യിൽ ഒതുക്കാനായിട്ട് സാധിക്കുകയാണ്, അവിടെ രക്ഷപ്പെടുകയാണ്. അങ്ങനെ കളി മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു മൂവ്മെൻറ്റ് വരുന്നൊരു സിനാരിയോ ഉണ്ട്. അവർ ഗോൾ സ്കോർ ചെയ്തു, പക്ഷേ അത് ഓഫ് സൈഡ് ആയ കാരണം ഓവർ ടൈം ചെയ്തു. നമ്മൾ നോക്കുവാണെങ്കിൽ അതും ബാൺസിൻ്റെ ഷോട്ടായിരുന്നു തോന്നുന്നു. ബാറ് തട്ടി നേരെ ജോണിൻ്റെ ഫിനിഷ് ചെയ്യുന്നുണ്ട്, പക്ഷേ ജോണിൻ്റെ അത് ഓഫ് സൈഡ് പൊസിഷനിലായിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ കാര്യമായിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഫൈനൽ തേർഡിൽ എത്തിയതിന് ശേഷം ബേസ്ബോളാണ്, യമാലിനെ പൂട്ടുന്നു, റഫീന ബോൾ അനാവശ്യമായിട്ട് ചില സിറ്റുവേഷനിൽ കളയുന്നു, ലെവൻഡോസ്കി ഗെയിമിലില്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഒരു ലോങ് ബോൾ റഫീന നൈസായിട്ട് ട്രാപ്പ് ചെയ്തുകൊണ്ട് ലെവൻഡോസ്കിയിലോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് ഈസി അല്ല, ബട്ട് സ്ട്രെച്ച് ചെയ്താണ് ലെവൻഡോസ്കി വരുന്നത്. പക്ഷേ അത് ഈസി അല്ലെന്നറിയാം, പക്ഷേ ലെവൻഡോസ്കി സ്റ്റാൻഡേർഡ് അറ്റ്ലീസ്റ്റ് ഫിനിഷ് ചെയ്യായിരുന്നു നമുക്ക് ഓർക്കാമല്ലോ. ബട്ട് ജസ്റ്റ് വൈഡിലൂടെ പോകുന്നൊരു സിനാരിയോ ഉണ്ട്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് എന്ന് പറയും. സോ ഇതിനിടയ്ക്ക് അവർ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി. നമ്മൾ റാഷ്ഫോർഡിനെ മറ്റുമൊക്കെ കൊണ്ടുവന്നു, പിച്ചിലോട്ട് വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ കണ്ടു. റാഷ്ഫോർഡ് വന്നു ആൻഡ് പെഡ്രീനെ മാറ്റി. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് തലവേദന വന്നത് ബെർണാലിന് ഇഞ്ചറി പറ്റിപ്പോയതാണ്, ഒരു ഹാംസ്ട്രിങ്ങിൻ്റെ. മാച്ചിന് ശേഷം ബെർണാൽ വന്ന അയാം ഓക്കെ, ജസ്റ്റ് ഒരു സ്ട്രെയിൻ കാരണം വന്നതാണെന്നാണ് ബെർണാൽ പോസ്റ്റ് മാച്ച് പറഞ്ഞത്. ലെറ്റ്സ് ഹോപ്പ് വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്കാണ് അവരുടെ ഗോൾ വരുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പം കളി മുന്നോട്ട് പോകുന്നു, അവർ നമ്മളെ ബാക്ക് ഫുട്ടിലാക്കുവാണ്. നമ്മൾ എങ്ങനെയും ഒരു ഡ്രോ കിട്ടിയാൽ മതി എന്നുള്ള ഒരു സിനാരിയോയിലോട്ട് മാറി. നമ്മൾ എങ്ങനെ പ്രഷറിലായി നമുക്ക് കാണാം, ടൈം വേസ്റ്റിംഗ് പരിപാടിയിലോട്ടൊക്കെ. ആൻഡ് ഇതിനിടയ്ക്ക് ഒരു ഒരു ലോങ് ക്രോസ് ബോക്സിലോട്ട് വരുന്ന അറോഹോ വന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് മിസ്സാവുന്നുണ്ട്. അറോഹോ നൈസായിട്ട് കുറച്ച് ഇഞ്ചറി ടൈം വേസ്റ്റ് ചെയ്യുന്ന പരിപാടി തന്നെയാണ്. ആളവിടെ വെളിയിൽ പോയതിന് ശേഷം ആൾ പിച്ചിലോട്ട് ചാടി വന്നിട്ട് സ്ട്രെച്ച് ചെയ്തു, കാല് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് ആളോട് റെഫറി പറഞ്ഞു, ഇപ്പം അറിയാമല്ലോ ഇഞ്ചറിയുടെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്, പ്ലെയർ എന്തെങ്കിലും ഒരു ഫറ്റീഗ്നെസ്സോ ഇഞ്ചറി കാണിക്കാൻ റെഫറിക്ക് ആ പ്ലെയറിനോട് പിച്ചിൽ നിന്ന് ഇറങ്ങിപ്പോയി മേ ബി ഒരു 10 റെഫറി പറയുമ്പോഴേ പിന്നെ പിച്ചിലോട്ട് കയറാൻ പറ്റത്തില്ല, അങ്ങനെ ഇരുന്നുണ്ട്. റെഫറി അവിടെ ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട് നോക്കി, അത് ബാക്ക് ഫയർ ചെയ്തെന്ന് പറയേണ്ടി വരും. കാരണം റെഫറി അറോഹോനോട് പിച്ചിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. അതിനുശേഷം ആൾ പിച്ചിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കയറാനായിട്ട് ഇങ്ങനെ നിൽക്കണം. ബട്ട് റെഫറി ഒരു 10 സെക്കൻഡിന് ശേഷമാണ് കയറിക്കൊള്ളാനായിട്ടുള്ള അനുമതി കൊടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് അവർ ബിൽഡ് ചെയ്തു, ഗോൾ കിക്ക് എടുത്ത് അവർ ബിൽഡ് ചെയ്ത് ഫൈനൽ തേർഡിലോട്ട് വരുവാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, അവിടെ മെർഫിലോട്ടാന്ന് തോന്നുന്നു ആ ബോൾ റിലീസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം അറോഹോൻ്റെ പൊസിഷനെ കാണാം. അറോഹോ പിച്ചിലോട്ട് വരുവാണ്, പതുക്കെ വരുവാണ്. അപ്പോൾ അവിടെ പുള്ളി കവർ ചെയ്യേണ്ട റൈറ്റ് ഹാൻഡ് സൈഡ് റഫീനയാണ് അവിടെ ഉള്ളത്. അവിടെ അറോഹോ ശരിക്കും അറിയത്തില്ല എന്താ സംഭവിക്കുന്നത്, അറിയത്തില്ല. ആളെങ്ങോട്ട് മാർക്ക് ചെയ്യണം, എങ്ങോട്ട് പോകണം, അത് ചെയ്യണം. കാരണം അറോഹോ ബ്ലാങ്കാണ്. ഇവൻ കമൻറ്റേറ്റേഴ്സ് തന്നെയാണ് ബ്ലാങ്കാണ്. അവിടെ മെർഫി ക്രോസ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം അറോഹോ ബ്ലാങ്കാണ്, അറോഹോൻ്റെയാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. അവിടെ റഫീനാണെങ്കിൽ പൂർ പീസ് ഓഫ് മാർക്കിംഗ് തന്നെയാണ്. അവിടെ ബാൺസിനെ വിടുവാണ്. ആൻഡ് അവിടെ ബാൺസ് വന്നത് സ്കോർ ചെയ്യുന്നു, അടിക്കുന്നു. അത് ജോൺ ഗാർഷ്യയുടെ മോന്തയ്ക്കോ ചെസ്റ്റിൽ ഇടിച്ചാണ് അത് കയറുന്നത്. ആൾ പുഷ് ചെയ്യാണ്. എനി അതർ ഡേ മേ ബി ആ ചെസ്റ്റ് ഇടിച്ച് വെളിയിൽ പോയാൽ പുള്ളിയുടെ കുഴപ്പമില്ല, പുള്ളി അത് ഫുള്ളി കമ്മിറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്തത്. അവിടെ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഒന്നാ ക്രോസ് വരുമ്പോഴേക്കും മേ ബി ജോൺ ഗാർഷ്യയ്ക്ക് വന്ന് കളക്ട് ചെയ്യായിരുന്നു, അതായത് ഏരിയയിൽ തന്നെ കളക്ട് ചെയ്യായിരുന്നു. പക്ഷേ ഡിഫിക്കൽട്ടാണ്, കാരണം അത് കയറി ചെയ്താണ് വന്നത് അപ്പോൾ. ബട്ട് അറോഹോ മേ ബി അവിടെ ഫേക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ, അറോഹോനെ പിച്ച് ആ 10 സെക്കൻഡ് വെളിയിൽ നിർത്തിയില്ലായിരുന്നെങ്കിൽ മേ ബി അറോഹോ റൈറ്റ് ഹാൻഡ് സൈഡ് വന്നത് കുറച്ചുകൂടെ ഡിഫൻസീവ് ആയിരുന്നിട്ടുള്ള പ്ലെയർ, കുറച്ചുകൂടെ മേ ബി ബെറ്റർ ആയിട്ട് ട്രാക്ക് ചെയ്തതിന് അറോഹോടെ. റഫീനെയും റിയലി അറോഹോൻ്റെ ആ റോളിലോട്ട് അവിടെ മാറി അവിടെ ക്ലിയർ കവേർട്ടീസ് ആൻഡ് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത്. കമൻറ്റേറ്റേഴ്സ് വേറെ ആ മാച്ചിൽ ഈവൻ അറോഹോനെ ഉടനെ തന്നെ മാറ്റുകയും ചെയ്തു പിച്ചിൽ നിന്ന് ഗോൾ വന്നതിന് ശേഷം. കമൻറ്റേറ്റേഴ്സ് കോൺസ്റ്റൻ്റ്ലി അത് തന്നെ റിമൈൻഡ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അറോഹോനെ കുറിച്ച്. ആൻഡ് പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് ചാവിയസ് പാട്ട് വന്നു. ചാവിയസ് പാട്ട് വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് ഭയങ്കര ലൈവ്ലി ആയിട്ട് തോന്നി. അതാണ് ബിഗ്ഗസ്റ്റ് പോസിറ്റീവ്. പക്ഷേ കൂടുതൽ ഞാൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ചെക്കൻ്റെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു, ബോൾ വിൻ ചെയ്തതിന് ശേഷം ഒരു 3ഓളം പ്ലേയേഴ്സിനെ ട്രിബിൾ ചെയ്ത് കയറി ആൾ ഫൗൾ ചെയ്യപ്പെട്ടു. പക്ഷേ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിച്ചു. മേ ബി സെവിയയ്ക്ക് അഗെയിൻസ്റ്റ് ഐ വുഡ് റിയലി ലവ് ടു സീ ചാവിയസ് പാട്ട് സ്റ്റാർട്ടിങ്. ആൻഡ് പിന്നീടാണ് കളിയിൽ എന്തോ മാലിക് തിയാവോ എന്ന് പറയുന്ന ഡിഫൻഡർ എൻ്റെ വക ഒരു ഗിഫ്റ്റ് നമുക്ക് തന്നത്. മാലിക് തിയാവോ ഫൈനൽ മിനിറ്റ്സിൽ ആഡ് ഓൺ ടൈമിൽ ഓൾമോനെ ഫൗൾ ചെയ്യുന്നു, ബാർസലോണയ്ക്ക് ഒരു പെനൽറ്റി കിട്ടുന്നു.
അത് ലെമീൻ യമാൽ വന്ന് അടിച്ച് കൺവേർട്ട് ചെയ്തുകൊണ്ട് ബാർസലോണ 1-1 ഡ്രോ ആയിട്ട് രക്ഷപ്പെടുന്നു. അത്രേ ഉള്ളൂ ഈ മാച്ചിനെ കുറിച്ച് പറയാനായിട്ട്. എന്തോ ലക്കിന് ലാസ്റ്റ് ഒരു ഗോൾ കിട്ടി. സോ ബേസിക്കലി ക്യാമ്പ് നൂവിൽ നമുക്കൊരു 0-0 ആര് ജയിക്കുന്നു അവർ കിടക്കും. ആ ഒരു സിറ്റുവേഷനിലോട്ട് കളി വന്നിട്ടുണ്ട്. ആൻഡ് ഹോപ്പ് സെക്കൻഡ് ലെഗിൽ നമ്മുടെ പ്ലേയേഴ്സ് സ്റ്റെപ്പ് ചെയ്യും. സെക്കൻഡ് ലെഗിൽ ക്യാമ്പ് നൂവിലാണ്. ഓക്കെ, അവിടെ ഇഞ്ചുറീസ് ഉണ്ട്. ക്ലിയർലി വി മിസ് ഡിയോങ്. ഞാനത് ഈ വീഡിയോയിൽ കൂടുതൽ പറയുന്നില്ല, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലിയർലി നമ്മൾ ഡിയോങ്ങിനെയും കുണ്ടേനെയും ബാൾഡേനെയും മാച്ച് മിസ് ചെയ്തു. എന്തുകൊണ്ട് ബാൾഡെ ബിഗ് ഗെയിംസ് വേണോ എന്നുള്ളത് ഇന്നലത്തെ മാച്ച് കണ്ടവർക്കറിയാം. ലാസ്റ്റ് ഇന്റർ മിലാൻ മാച്ചിനും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ബാൾഡെ ഇല്ലാത്തതിൻ്റെ നമ്മൾ കണ്ടാണ്. നമ്മുടെ 2 സ്റ്റാർട്ടിംഗ് ഫുൾ ബാക്സ് ഇല്ലാതെ തന്നെ ഇന്റർ മിലാൻ മാച്ചിന് നമ്മൾ കണ്ടാണ്. ഇന്നലെയും നമ്മൾ കണ്ടു. നമ്മൾ ബാക്ക് ഫുട്ടിലാവും നമ്മുടെ സ്റ്റാർട്ടിംഗ് 2 എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അവരെന്നുള്ള അറിയാം. ആൻഡ് ഡിയോങ് ഇല്ലായിരുന്നു. സെക്കൻഡ് ലെഗിലോട്ട് വരുമ്പോൾ ഐ ഹോപ്പ് ബെർണാൽ ഫിറ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ എറിക് ഗാർഷ്യയും കുഴപ്പമില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ കുറച്ച് സംഭവങ്ങളെ പറയുന്നുള്ളൂ. സോ കൂടുതൽ നമ്മളിവിടെ കിടന്ന് ബേളം വെക്കാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വേണേൽ പറയാം. പക്ഷേ ഓവർലി റെസ്പോണ്ട് ആവശ്യമില്ല. തിങ്സ് ഹാപ്പൻ. കുറേ ഫറ്റീഗ് മാച്ചുകൾക്ക് ശേഷമാണ് വരുന്നത്. ആൻഡ് സെയിൻറ്റ് ജെയിംസ് പാർക്ക് ദേ വെർ റിയലി ഗുഡ്. ഐ ഹോപ്പ് സെക്കൻഡിലെ ക്യാമ്പ് നൂവിൽ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഇഞ്ചറി വറീസ് ഒരു ബിഗ് ഫാക്ടറാണ്. കൂടാതെ ഫറ്റീഗ്നെസ് നമ്മളെ ക്യാച്ച് ചെയ്യുന്നുമുണ്ട്. സോ ഒത്തിരി എക്സ്ക്യൂസും മറ്റൊന്നും പറയുകയല്ല. പക്ഷേ ടീം സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. ക്യാമ്പ് നൂവിൽ ഡെഫിനറ്റ്ലി സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. നമ്മൾ 1-1 അറ്റ്മോസ്ഫിയർ അവിടെ ഒരുക്കുകയും വേണം. ലെറ്റ്സ് സപ്പോർട്ട് അവർ ടീം. അത്രയും ഇപ്പം പറയുന്നുള്ളൂ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. സെക്കൻഡ് ലെഗ് എന്താവും നോക്കാം. അവിടെ നിന്ന് നമ്മൾ നേരെ മറ്റൊരു മാച്ചിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഇന്നലെ ഗാലറ്റസറയോട് ചെന്നിട്ട് 1-0 ലിവർപൂൾ തോൽക്കുന്ന ഒരു സിനാരിയോ കണ്ടു. ആൻഡ് ഇറ്റ് വാസ് എ റിയലി പുവർ പെർഫോമൻസ് ഫ്രം ലിവർപൂൾ ഉള്ള പറയാമല്ലോ. ആൻഡ് ഈ മാച്ചിൽ ഗാലറ്റസറ ഇറക്കിയ ലൈനപ്പ് കാണാം. അതിൽ ഗബ്രിയേൽ സാറ എന്ന് പറയുന്ന പ്ലെയർ, ബ്രസീലിയൻ പ്ലെയർ, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ, പറയാതിരിക്കാൻ പറ്റുക. അതുപോലെ തന്നെയാണ് നോലാങ് വാസ് കുക്കിംഗ്. ആൻഡ് ജേക്കബ്സ് എന്ന് പറയുന്ന അവർ ഫുൾ ബാക്ക് വാസ് ഓൾസോ കുക്കിംഗ്. ഹി വാസ് ഓൾസോ ലുക്കിംഗ് റിയലി ഗുഡ് ഓൾ ഓവർ ദ പ്ലേസ്. അവിടെ ഇൽമാസ് ആൻഡ് വിക്ടർ ഓസിമേനൊക്കെ ഇന്നലെ വേറെ ലെവലായിരുന്നു. പക്ഷേ ഉള്ള പറയാമല്ലോ, ലിവർപൂൾ ഇറക്കി ലൈനപ്പോടെ നോക്കാം. ഓൺ പേപ്പർ ഇറ്റ് വാസ് എ ഗുഡ് ലൈനപ്പ്. ആൻഡ് ഗാക്പോനെ ആൾ ബെഞ്ച് ചെയ്തിട്ട് വിച്ചിനെ സ്റ്റാർട്ട് ചെയ്തു. റിയോ സ്റ്റാർട്ട് ചെയ്തത് ഐ ഡോണ്ട് നോ വൈ ഹി ഡിഡ്ന്റ് സ്റ്റാർട്ട് റിയോ. അല്ല മേടിച്ച് കൊടുക്കാൻ എന്താണെന്ന് അറിയത്തില്ല. മേ ബി എവേ ഫിക്ചർ ആയതുകൊണ്ടായിരിക്കും റിസ്ക് എടുക്കേണ്ടെന്ന് ഓർത്താവാം. സെക്കൻഡ് ലെഗ് കിട്ടുമായിരിക്കും. ഗാക്പോനെ ബെഞ്ച് ചെയ്തിട്ട് വിച്ച് തിരിച്ചു വന്നു. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ 2-3 മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അവരുടെ ഗോൾ കീപ്പർ ഗിഫ്റ്റ് ചെയ്തത് അടിച്ചോന്ന് പറഞ്ഞ് അവിടെ. പക്ഷേ വിച്ച് ഡിസപ്പോയിൻറ്റ് ചെയ്തു. വിച്ച് ആർ 2 ഗുഡ് ചാൻസസ് ബട്ട് ഈ ഡിസപ്പോയിൻറ്റ്. ആൻഡ് ലിവർപൂളിലെ ഫ്രണ്ട് പ്ലേയേഴ്സ് എക്കിറ്റിക്ക ആണെങ്കിലും എസ്പെഷ്യലി വിച്ച് ആണെങ്കിലും സല ആണെങ്കിലും വെർ ലുക്കിംഗ് റിയലി ബാഡ്. എസ്പെഷ്യലി സല ആൻഡ് വിച്ച് അറ്റ് ദർ ബെസ്റ്റ് അല്ല. ആൻഡ് സലയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ മാൻ പഴയ സല അല്ല എന്നുള്ള എല്ലാ ഗ്ലിംസസും ഉണ്ടായിരുന്നു. മൊമെൻറ്റ്സിലെല്ലാം നമ്മൾ കണ്ടാണ്. ആൻഡ് മിഡ്ഫീൽഡ് നോൺ എക്സിസ്റ്റൻ്റ് ആയിരുന്നു ഓഫ് ദ ബോൾ. ലിവർപൂൾ ഇന്നലെ 2 ടീമും ഹൈലൈനാണ്. 2 ടീമും അഗ്രസീവ് ആയിരുന്നു. ലിവർപൂൾ ഇന്നലെ നമുക്ക് അഗ്രസീവ്ലി പ്രസ് ചെയ്യാൻ, ഹൈലൈൻ കളിക്കുക, അതെല്ലാം ഒരു ടാക്ടിക്സാണ് സമ്മതിച്ചു. പക്ഷേ ലിവർപൂൾ ഇന്നലെ കമ്മിറ്റ് ചെയ്ത രീതി കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ മിഡ്ഫീൽഡേഴ്സ് ലെറ്റ്സ് പുഷ് ചെയ്യുകയാണ്. അഗ്രസീവ്ലി പുഷ് ചെയ്യുന്ന സിനാരിയോയിൽ ആ ലൈൻ വന്ന് ഡിഫൻഡേഴ്സ് കവർ ചെയ്യേണ്ടത്. ഹൈലൈനാണ്, പക്ഷേ അതിനനുസരിച്ച് ലൈൻ കയറുന്നുണ്ട്. ഇത് അറ്റാക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇൻറ്റൻസ് പ്രസ് ഇല്ല. വിച്ചിൻ്റെയും സലയുടെ ഭാഗത്തുനിന്ന് മിഡ്ഫീൽഡേഴ്സ് അഗ്രസീവ്ലി പ്രസ് ചെയ്യുകയാണ്, പുഷ് ചെയ്യുകയാണ്. ആൻഡ് ഇവർ പുഷ് ചെയ്യുമ്പോഴും നമ്മളൊരു സിസ്റ്റം കണ്ട അതില്ല. സ്കാറ്റേർഡ് ആയിട്ടാണ് പോകുന്നത്. ആൻഡ് ഈ ഡിഫൻഡേഴ്സ് ആ ലൈൻ പുഷ് ചെയ്യുന്നുണ്ടോ അതുമില്ല. രസകരമായിട്ടുള്ളൊരു കാര്യം, കൊണാട്ടെ ഇന്നലെ ആദ്യത്തെ ഹാഫിൽ 2-3 നല്ല ബ്ലോക്കുകളൊക്കെ ഉണ്ടെന്ന്. ഈ ലുക്ക് റിയലി ഗുഡ് എന്നൊക്കെയുള്ള ഇത് വന്നിട്ട് പിന്നെ അങ്ങോട്ട് കൊണാട്ടയുടെ ഡിസാസ്റ്റർ ക്ലാസ് ആയിരുന്നു. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ ഒരു മോമെൻ്റ് ഉണ്ടായിരുന്നു. കൊണാട്ടെ ഗോട്ട് കുക്ക്ഡ് 2 ടൈംസ്. എന്തോ ലക്കിന് അവിടെ ഓഫ് സൈഡ് വിളിച്ചുകൊണ്ട് ഇൽമാസ് അവിടെ ഗെയിമിൽ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടെന്ന് വിളിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നീട് വേറൊരു മോമെൻ്റ് ഉണ്ടായിരുന്നു. അതും ഇൽമാസിൻ്റെ തന്നെയായിരുന്നു. ഫ്രിംപോങ് ഇൽമാസിനെ കവർ ചെയ്യുന്നതാണ്. കൊണാട്ടെ വന്നിട്ട് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞ് ബോൾ എടുക്കാൻ പോയി. അത് ഫ്രിംപോങ് വിട്ടുകൊടുത്തു. അതും ലൂസ് ചെയ്തുകൊണ്ട് ഇൽമാസ് ഫൈനൽ തേർഡിലോട്ട് പോയിട്ട് ഒസിമേന് കൊടുക്കുന്നുണ്ട്. ഒസിമേൻ അവിടെ എന്തോ ലക്കിന് അത് വൈഡിലോട്ട് അങ്ങോട്ട് അടിച്ചു വിട്ടു. സോ അങ്ങനത്തെ മോമെൻറ്റ്സ് ഉണ്ടായിരുന്നു. കൊണാട്ടെ വാസ് കോൺസ്റ്റൻ്റ്ലി ഗെറ്റിംഗ് ഇന്നലെ ഗോമസ് ബെറ്റർ ആയിരുന്നു ഡിഫൻസീവ്ലി. ബട്ട് പുള്ളിയുടെ ധാരാളം മിസ് പാസ്. മിഡ്ഫീൽഡ് ഇവൻ സബോസ്ലെ, ഗ്രാംബർഗ്, മക്കലിസ്റ്റർ നോൺ എക്സിസ്റ്റൻറ്റ്. ഈ ഒരു മാച്ചിൽ എക്സിസ്റ്റൻ്റേ ഉള്ളായിരുന്നു, എസ്പെഷ്യലി ഓഫ് ദ ബോൾ. ആൻഡ് ആ ഗോൾ വന്ന ഒരു കോർണർ കിക്ക് സിനാരിയോയിലോടാണ്. അതിൽ ഒഷിമൻ വിൻ ചെയ്ത ആ ഹെഡർ ആൻഡ് ആ ഫിനിഷ് ഫ്രം ലമീന വാസ് ഗുഡ് ആസ് വെൽ. സോ 1-0 എന്തോ ഞാൻ പറയട്ടെ 1-0 ആണ്. ഇറ്റ് ഷുഡ് ഹാവ് ഈസിലി മീൻ 2-0, 3-0 ഓർ 3-1. സോ സെക്കൻഡ് ലെഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻഫീൽഡാണ്. അത് ലിവർപൂളിന് ബിഗ് അഡ്വാൻറ്റേജ് ആണ്. ആൻഫീൽഡ് വന്നത് ഈ 1-0 ആ ഗാലറ്റസറ ആർ എ ടെറിബിൾ എവേസ്. സോ ഡെഫിനറ്റ്ലി ലിവർപൂൾ ക്ലിയർ ഫേവറേറ്റ്സ് ടു ഗോ ത്രൂ ആണ്. പക്ഷേ ഇന്നത്തെ പെർഫോമൻസ് ഭയങ്കര വറിയിങ് ആണ് ലിവർപൂളിൻ്റെ. നമ്മുടെ ബാർസയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഗാലറ്റസറെ പല മൊമെൻറ്റ്സും ഔട്ട് ക്ലാസ് ചെയ്തു. ലാസ്റ്റൊക്കെ ലിവർപൂൾ പുഷ് ചെയ്തു. 3 ബിഗ് ചാൻസുള്ള ഈ മാച്ചിലൊക്കെ ലിവർപൂൾ ക്രിയേറ്റ് ചെയ്തു. ലാസ്റ്റ് മൊമെൻറ്റ് ചാൻസുകൾ ഉണ്ടായിരുന്ന ലിവർപൂളിന് ഗോളുകൾ അടിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് വൈഡിന് മെറ്റുമൊക്കെ പോയി. ലിവർപൂൾ ക്വാളിറ്റി കാണിച്ചിരുന്നു ലാസ്റ്റ് മൊമെൻറ്റ് ചില മൊമെൻറ്റ്സിൽ. പക്ഷേ ഓവറോൾ ഈ മാച്ചിലെ പെർഫോമൻസ് നോക്കാനായിട്ടാണ് ഗാലറ്റസറെ വേർ
കംപ്ലീറ്റ്ലി ഔട്ട് പ്ലേയിങ് ലിവർപൂൾ. ആൻഡ് ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡേഴ്സ് ഗ്രാംബർഗ്, മക്കലിസ്റ്റർ, സബോസ്ലൈ, എസ്പെഷ്യലി ഗ്രാംബർഗ് ആൻഡ് മക്കലിസ്റ്റർ ഗോയിങ് ഫോർവേഡ് ഇനി ഡിഫിക്കൽട്ട് ഫിക്സ്ചേഴ്സ് വരാം. ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ ഇവർ സ്റ്റെപ്പ് ചെയ്തതിൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം മിഡ്ഫീൽഡ് ദേ ആർ റിയലി ബാഡ് അറ്റ് വിന്നിങ് ദ ബോൾസ്. ആൻഡ് ഡിഫൻഡേഴ്സ് ധാരാളം ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ്, ക്രോസസ് ഒക്കെ വരുമ്പോൾ വൺ ഡേക്ക് പോലും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ ബോൾ മേലുവഴി പോകുന്നു എന്ന് പറഞ്ഞു. സോ ഐ ഡോണ്ട് നോ എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു കാര്യം. സോ ലെറ്റ്സ് സീ, സെക്കൻഡ് ലെഗ് എന്തായാലും ലിവർപൂൾ കടക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു മത്സരത്തിലോട്ട് വരാനായിട്ടാണെങ്കിൽ ഇന്നലെ അത്ലറ്റിക്കോ 5-2 ടോട്ടനാമിനെ തോൽപ്പിച്ചിരുന്നു. സോ ഈ ഒരു മത്സരത്തിൽ ഇപ്പോൾ അത്ലറ്റിക്കോ ഇറക്കിയ ലൈനപ്പ് കാണാം. പ്യൂബിളിനെ റൈറ്റ് ബാക്ക് ആക്കിയിട്ട് ബാക്കി എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ കാർഡോസോനെയാണ് ലോറൻറ്റേനെ മിഡ്ഫീൽഡിലോട്ട് ഇട്ടു. ആൻഡ് ലുക്മാൻ സ്റ്റാർട്ട് ചെയ്തു, അൽവാർ സ്റ്റാർട്ട് ചെയ്തു, ഗ്രീസ്മാൻ സ്റ്റാർട്ട് ചെയ്തു, സോ സിമിയോണി സ്റ്റാർട്ട് ചെയ്തു. ഒരു അറ്റാക്കിംഗ് ലൈനപ്പായിട്ട് തന്നെയാണ് പോയത്. അപ്പുറത്ത് ടോട്ടനാമിൻ്റെ ലൈനപ്പ് കാണാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ആൻഫീൽഡ് മാച്ച് മനസ്സിൽ കണ്ടുകൊണ്ടും ആൻഡ് പ്രീമിയർ ലീഗ് മനസ്സിൽ കണ്ടുകൊണ്ടും റൊട്ടേറ്റ് ചെയ്താണ് ഇറക്കിയത്. മെട്രോപൊളിറ്റാനോ അവേ വന്നിട്ട് ഇനി അവർക്കൊരു ഇഞ്ചറി സഫർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാവാം വിക്കാരിയോനെ പുള്ളി ബെഞ്ച് ചെയ്തു, സോലാങ്കിനെ ബെഞ്ച് ചെയ്തു, ഗാലഗറിനെ ബെഞ്ച് ചെയ്തു, പല്ലീനെ ബെഞ്ച് ചെയ്തു, ധാരാളം മെയിൻ പ്ലേയേഴ്സിനൊക്കെ റെസ്റ്റ് കൊടുത്തു, ചാബി സിമൻസിനെ ബെഞ്ച് ചെയ്തു. എന്നിട്ട് ഈ ഒരു ലൈനപ്പുമായിട്ടാണ് അവർ ഇറങ്ങിയത്. ആൻഡ് ഇതിൽ ക്രിൻസ്കി എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പർ മേഡ് ഹിസ് ഡെബ്യൂട്ട്. ആൻഡ് 15-ാം മിനിറ്റിൽ തന്നെ അവനെ മാറ്റേണ്ടി വന്നു. കാരണം ഇന്നലത്തെ മാച്ചിൽ ആദ്യത്തെ മിനിറ്റ് തന്നെ പുള്ളി കൊടുക്കുന്ന ഒരു പാസ്, പുള്ളി സ്ലിപ്പാവുന്നു, മിസ് പാസ് ആവുന്നു, അത് ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് ലോറൻ്റെ ഗോൾ സ്കോർ ചെയ്യാണ്. പിന്നെ രണ്ടാമത്തെ ഗോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വാൻഡവൈൻ സ്ലിപ്പായതുകൊണ്ട് ഗ്രീസ്മാൻ അത് സ്കോർ ചെയ്യുന്നൊരു സിനാരിയോ നമ്മൾ കണ്ടു, ബാക്കിലോട്ട് റിലീസ് ചെയ്ത്. മൂന്നാമത്തെ ഗോളാണ് ഇപ്പോൾ ബാക്കിലോട്ട് ക്രിൻസ്കിയിലോട്ട് ആ ബോൾ ചെല്ലുന്നു, അത് ടച്ച് എടുക്കാൻ നോക്കുന്നത് എന്താ കാണിച്ചെന്ന് അറിയത്തില്ല, ആളവിടെ തന്നെ വീഴുന്നു, അൽവാറസ് അത് ഈസിലി എടുത്തുകൊണ്ട് കൊണ്ടുപോയി 3-0 ആക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. ആൻഡ് ഉടനെ തന്നെ ആ ചെക്കനെ മാറ്റുകയും ചെയ്തു, വിക്കാരിയോ വരികയും ചെയ്തു. ആൻഡ് ഇഗോർ ടുഡോറിനോട്ട് ചോദിക്കേണ്ട ഇങ്ങനത്തെ ഒരു ബിഗ് മാച്ചിൽ പ്രഷർ സിറ്റുവേഷനിൽ വൈ സ്റ്റാർട്ടിങ് എ യങ്സ്റ്റർ ബ്രോ? വെറുതെ ചെക്കൻ്റെ കോൺഫിഡൻസ് കളഞ്ഞില്ല, വെറുതെ ഒരു മേ ബി ഒരു കരിയർ തന്നെ അത് അഫക്റ്റ് ചെയ്യുമോ, ഹൂനോസ്. പിന്നീട് ലോവിൻലി നോർമാൻ്റെ ഒരു ഹെഡറിലൂടെ 4-0 ആക്കി. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് പെഡ്രോ പോറോയിലൂടെ റിച്ചാർഡ്സൻ്റെ അസിസ്റ്റിൽ 4-1 ആക്കി. ഇതിൻ്റെ ഇടയ്ക്ക് പറയേണ്ട ഒരു കാര്യം, വീണ്ടും നമ്മളും ഫസ്റ്റിലേക്ക് അവിടെ കോപ്പ ഡെൽറെ കളിച്ചപ്പോൾ തന്നെ ഉള്ള പോലെ തന്നെ പിച്ചിൽ കോൺസ്റ്റൻ്റ്ലി സ്ലിപ്പായി വീഴുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് നമ്മൾ കണ്ടു ഒബ്ലാക്കും സ്ലിപ്പായി വീഴുന്നുണ്ട്. സോ ആ ഒരു സൈഡ് ഫസ്റ്റ് ഹാഫിൽ ടോട്ടനാം നിന്ന ആ ഒരു സൈഡ്, അവിടെ നമ്മളും ഓർമ്മയുണ്ട് ഫസ്റ്റ് ഹാഫ് നമ്മൾ അവിടെ ആയിരുന്നു നിന്ന്. ആ ഒരു സൈഡിൽ കളിക്കുന്നവർക്ക് സീനാണെന്ന് തോന്നുന്നുണ്ട്. ഓർമ്മ കാണും, നമ്മൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ ഡിഫെൻഡ് ചെയ്ത സൈഡ് അവിടെ തന്നെയാണ് ഇന്നലെ ടോട്ടനാം ഫസ്റ്റ് ഹാഫ് ഡിഫെൻഡ് ചെയ്ത്. ആൻഡ് സെക്കൻഡ് ഹാഫ് അത്ലറ്റിക്കോ അവർ ഡിഫെൻഡ് ചെയ്യുന്ന സെനാരിയോയിൽ ഒബ്ലാക്കും സ്ലിപ്പ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു, 2-3 സിറ്റുവേഷൻസ് എടുക്കുക. സോ ഡെഫിനറ്റ്ലി ആ ഒരു ഏരിയയിൽ എന്തോ കുഴപ്പമുണ്ട്. ആൻഡ് പിച്ചിന് അവിടെ ബാഡ് വെതറോ മറ്റോ റിപ്പോർട്ടോ ഒന്നും ഇല്ലായിരുന്നു. സോ ആ പിച്ചിൽ ഇത് കോൺസ്റ്റൻ്റ്ലി വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി UFAയോ അല്ലെങ്കിൽ ലീഗയോ ഇൻ്റർഫിയർ ചെയ്യേണ്ട ആവശ്യം വരും, പിച്ചിൻ്റെ കണ്ടീഷൻ നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം ഒബ്ലാക്കിൻ്റെ ഒരു സേവ് ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് പോയി ഒരു ട്രാൻസിഷനിലാണ് നമ്മൾ നോക്കാനായിട്ടാണ് അൽവാറസ് പോയി ഒരു ഗോൾ ഫിനിഷ് ചെയ്ത് 5-1 ആക്കി. പക്ഷേ കളി തീരുന്നതിന് മുമ്പ് സൊലാങ്കി ഒരു ഗോളോടെ കൺവേർട്ട് ചെയ്ത് 5-2 ആക്കി. ഓൺ പേപ്പർ ക്ലിയർ ഫേവറേജ് അത്ലറ്റിക്കോ ആണ് ടോട്ടനാം ഹോട്ട്സ്പറിൻ്റെ സെക്കൻഡ് ലെഗ് ഹോമിലാണെന്ന് പറഞ്ഞാലും, പക്ഷേ ഒരു 3 ഗോൾ ഡെഫിസിറ്റാണ്. വി ഡോണ്ട് നോ, ഫുട്ബോളാണ്, എനിത്തിങ് ഈസ് പോസിബിൾ, ബട്ട് ക്ലിയർ ഫേവറേജ് ഇവിടെ അത്ലറ്റിക്കോ ആണ്. ടോട്ടനാം ശരിക്കും ആ മാച്ച് ഇറക്കിയത് തന്നെ തോൽക്കാനായിട്ടെന്നുള്ളൊരു ഇൻറ്റൻറ്റോടുകൂടി തന്നെയായിരുന്നു. പക്ഷേ 2 ഗോൾ ടോട്ടനാം തിരിച്ചടിച്ചു. അത്ലറ്റിക്കോ കൺസീഡ് ചെയ്ത 2 സില്ലി ഗോളാണ്. സൊലാങ്കി അടിച്ച ഗോളിൽ ഒബ്ലാക്കിൻ്റെ ഒരു മിസ് പാസ് ഉണ്ട്, ഒബ്ലാക്കിൻ്റെ ആ മിസ് പാസ് ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ടാണ് പോയി സൊലാങ്കി ആ ഗോൾ അടിക്കുന്നത്. സോ അത്ലറ്റിക്കോ വിൽ ബി ഫീലിംഗ് ലൈക്ക് ഓക്കെ മേ ബി 2 ഗോൾ കൺസീഡ് ചെയ്തത് പണിയായെന്നറിയാം, പക്ഷേ ഓവറോൾ അത്ലറ്റിക്കോ ക്ലിയർ ഫേവറേജ് ടു ഗോ ത്രൂ ആണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു മത്സരത്തിൽ ഇതിന് സെക്കൻഡ് ലെഗിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 6-1 അറ്റ്ലാന്റനെ ഹോമിൽ ന്യൂ ബാലൻസ് അറീനയിൽ തോൽപ്പിച്ച് വിട്ടിട്ടുണ്ട്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബയൺ മ്യൂണിക്ക് ഇന്നലെ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. ഹാരി കെയ്ൻ ഇല്ലായിരുന്നു, ഹാരി കെയ്ൻ ബെഞ്ചിലുണ്ടായിരുന്നു. ബട്ട് ലാസ്റ്റ് മാച്ച് കാഫ് ഇഞ്ചറാണ്, ഗ്ലാഡ് ബാങ്കിന് അഗേൻസ്റ്റ് കളിച്ചില്ല. ഈ മാച്ചിലും ആളെ ഇറക്കിയില്ല, റെസ്റ്റ് കൊടുത്തു. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുവാണെങ്കിൽ കാളിഞ്ഞ ഒരു മിനിറ്റ് മാച്ച് കളിപ്പിച്ചില്ല. ആൻഡ് എഗെയിൻ ഒലീസിൻ്റെ 2 ഗോളും 1 അസിസ്റ്റും. അതുപോലെ തന്നെ ഗ്നാബറി 1 ഗോള് 1 അസിസ്റ്റ്, നിക്കോളാസ് ജാക്സൺ 1 ഗോള് 1 അസിസ്റ്റ്, സ്റ്റാനിസിച്ചിൻ്റെ വക ഗോള്, ലൂയിസ് ഡിയാസിൻ്റെ ഭാഗത്തുനിന്ന് അസിസ്റ്റ്. കംഫർട്ടബിളി നമ്മൾ നോക്കാനായിട്ടാണ് 6-1 ഒരു വിക്ടറി ആയിട്ട്. ആൻഡ് മുസിയാല ഇറങ്ങിയതിന് ശേഷം മുസിയാലയുടെ ഭാഗത്തുനിന്ന് ഗോള്. ആൻഡ് ഈ മാച്ചിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹാഫ് ടൈം തന്നെ ഗ്നാബ്രീനെ മാറ്റി, അതുപോലെ തന്നെ ലെയ്മറിനെ മാറ്റി, പകരം പകരം അൽഫോൺസോ ഡേവിസും മുസിയാലയും വരുന്നുണ്ട്. ആകപ്പാടെ പണി കിട്ടിയത് 71-ാം മിനിറ്റിൽ സബ്ബായിട്ട് വന്ന അൽഫോൺസോ ഡേവിസിനെ വീണ്ടും ഇഞ്ചറി പറ്റി മാറ്റിയിട്ട് ബിഷ്കോഫ് വരുന്നൊരു സിറ്റുവേഷൻ കണ്ടു. അൽഫോൺസോ ഡേവിസ് ഫിറ്റായിട്ട് നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. അത് ഇപ്പോൾ ഉള്ളൂ ആപ്പാടെ ചെറിയൊരു തലവേദന. ബട്ട് അല്ല നോക്കുവാണെങ്കിൽ സെക്കൻഡ് ലെഗ് കംഫർട്ടബിളി ഇവർക്ക് റൊട്ടേറ്റ് ചെയ്യാം. ലീഗിലും 11 പോയിൻ്റ് ലീഡ്, ഇവിടെ സെക്കൻഡ് ലെഗ് ബേസിക്കലി
റൊട്ടേറ്റ് ചെയ്യാവുന്ന ഒരു സിനാരിയോ ആണ്. സോ ബയൺ മ്യൂണിക്കിന് ബാക്കി എല്ലാ ടീമിനും ഫറ്റീഗ്നെസ്, ബയൺ ആൻഡ് അത്ലറ്റിക്കോ ഒഴികെ ബാക്കി എല്ലാ ടീമിനും സ്ക്വാഡ് ഇത്ര ഹെവിലി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ലീഗിൽ. ആൻഡ് ചാമ്പ്യൻസ് ലീഗിലും സെക്കൻഡ് ലെഗ് ബേസിക്കലി ബയൺ നല്ലൊരു അഡ്വാൻറ്റേജ്. ഹോമിലാണ് അലിയാൻസ് അറീന എല്ലാവരും 5 ഗോൾ ഡെഫിസിറ്റ്, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ബേസിക്കലി ഇത് ടൈ ഈസ് ഓവർ. ആൻഡ് അവസാനം പസലിച്ചിട്ട് ഒരു ഗോൾ അടിച്ചെങ്കിലും ഇറ്റ് വാസ് നോട്ട് ഇനഫ്. അപ്പോൾ സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ബയൺ 7 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് 4 മിസ് ചെയ്തു. അവർ 3 ബിഗ് ചാൻസോളം അവരും മിസ് ചെയ്തിട്ടുണ്ട്. അവരും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ബയണിൻ്റെ വീക്ക്നെസ് എവിടെയാണെന്ന് വെച്ചാൽ അത് ഡിഫൻസ് തന്നെയാണ്. വീനോ നല്ലൊരു അറ്റാക്കിംഗ് സൈഡിന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ബയണിൻ്റെ അറ്റാക്ക് കണ്ടെയ്ൻ ചെയ്യുക ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ഹാരി കെയ്ൻ പോലും സ്റ്റാർട്ട് ചെയ്യാതാണ് അവർ 6-1. അത് അറ്റ്ലാന്റയുടെ ഹോമിൽ ചെന്നാന്ന് ഓർക്കണം. അലിയൻസ് അറീന തന്നെ പിന്നെ മനസ്സിലാക്കുമ്പോൾ അറ്റ്ലാന്റയുടെ ഹോമിൽ ചെന്ന് ന്യൂ ബാലൻസ് അറീനയിൽ ചെന്നാണ് ഇവർ ഈ ഒരു പെർഫോമൻസ് കൊടുക്കുന്നത്. ന്യൂ ബാലൻസ് അറീനയൊക്കെ ചെന്ന് കളിക്കുക ഈസി ആയിട്ടുള്ളൊരു ഗ്രൗണ്ടുമല്ലോ. സോ ഒന്നും പറയാനില്ല. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ തോന്നുന്ന ഒപ്പീനിയൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.